അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി. കേസിൽ എബ്രഹാം ഉന്നയിച്ച നിയമപ്രശ്നങ്ങൾ തള്ളിക്കളയാനാകില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും കെ.എം. എബ്രഹാമിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പിന്തുടരുന്നത് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കെ.എം. എബ്രഹാമിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ കേസിലൊക്കെ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴും ആ സിബിഐ അന്വേഷണം എന്ന ആവശ്യത്തെക്കാൾ മുഖ്യമന്ത്രി പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ കെ.എം. എബ്രഹാമിന്റെ പരാതിയോടാണ്. അതായത് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരുന്നു, അതിനോടാണ്. അതായത് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്ന്, ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിലെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അതായത് ആ ആവശ്യങ്ങൾ അതിൽ പ്രാധാന്യം അർഹിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് കെ.എം. എബ്രഹാം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിലെ നിയമപ്രശ്നങ്ങളുണ്ട്, ആ നിയമപ്രശ്നങ്ങൾ പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും ഈ വിഷയത്തിലേക്ക് അതായത് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന പരാതിയും അതിൽ സിബിഐ അന്വേഷണം വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ഗൗരവമായ വിഷയത്തെക്കുറിച്ച് എടുക്കാതെ, അല്ലെങ്കിൽ അതിലെ ആ വിഷയത്തിൽ ഒരു പരാമർശമോ അല്ലെങ്കിൽ ആ കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സിബിഐയുടെ അന്വേഷണം അടക്കം വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് കെ.എം. എബ്രഹാമിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി അവിടെയും സ്വീകരിക്കുക. അതിനുശേഷം ക്യാബിനറ്റിന് ശേഷം പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോടും അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിക്കുന്ന സമയത്തും അദ്ദേഹം ഇക്കാര്യം പറയുകയുണ്ടായിരുന്നു. അതായത് ഒറ്റ കേൾവിയിൽ തള്ളിക്കളയാൻ കഴിയുന്നതല്ലല്ലോ ഈ കെ.എം. എബ്രഹാമിന്റെ വാക്കുകൾ എന്നാണ്, അല്ലെങ്കിൽ പരാതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കേസിലെ ജോമോൻ പുത്തമ്പരക്കിലും മറ്റു രണ്ടുപേരുമാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ഇനി ഉണ്ടാകാൻ, അതായത് ഈ കെ.എം. എബ്രഹാമിന്റെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും മുഖ്യമന്ത്രി ഈ കെ.എം. എബ്രഹാമിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുകയാണ്. പ്രാഥമികമായിട്ട് പരിഗണന കൊടുക്കുന്നതും കെ.എം. എബ്രഹാമിന്റെ വാക്കുകൾക്കാണ് മുഖ്യമന്ത്രി പ്രാഥമികമായി പരിഗണന കൊടുക്കുന്നതെന്നുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.